പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന വൈദ്യുതി മേഖലയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ കമ്പനി 76,000 തൊഴിലാളികളുണ്ട്. അതിൽ സ്ഥിരം ജീവനക്കാർ 6,000 പേരേ ഉള്ളൂ. ബാക്കി മുഴുവൻ കോൺട്രാക്റ്റാണ്. ഇതാണ് മോഡൽ എംപ്ലോയറായ ഗവൺമെൻറ്റിൻ്റെ രീതി. പിന്നെ സ്വകാര്യ മുതലാളി എന്താ പിന്നെ എന്ത് ചെയ്യാനാ മടിക്കുക? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ദിവസക്കൂലി കിട്ടുന്നവർ കേരളത്തിലെ തൊഴിലാളികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേരളം നേടിയെടുത്ത ഒരു നേട്ടമാണ്. കേരളത്തിലിപ്പോൾ മൈഗ്രൻ്റ് ലേബേഴ്സ് പോലും കേരളത്തിലെ തൊഴിലാളികളുടെ അതേ കൂലിയാണ് വാങ്ങുന്നുണ്ട്. ഒരു ഡിസ്പാരിറ്റിയും ഇല്ല. കേരള CITUവിൻ്റെ സംസ്ഥാന ഭാരവാഹികളിൽ 10 പേര് സ്ത്രീ സഖാക്കൾ. അർഹമായ നിലയിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടാവണമെന്ന് ഞങ്ങൾ കർശനമായ നിലപാട് സ്വീകരിക്കുന്നു. അതൊരു സമരമാണ്, സംഘടനക്കുള്ളിൽ ഒരു സമരമാണ്. നമ്മൾ ഓരോരുത്തരുടെയും ബോധത്തിൽ തന്നെ മാറ്റം വരുത്താനുള്ള ഒരു സമരം സംഘടനക്കുള്ളിൽ നടത്തിയിട്ടാണ് ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നത്. CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാവുമായിട്ടുള്ള സഖാവ് എളമരം കരീമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ രാജ്യവ്യാപകമായ വൻതോതിലുള്ള ഒരു തൊഴിലാളി പ്രക്ഷോഭത്തിന്, ഒരു രാജ്യവ്യാപക പണിമുടക്കിന് നമ്മൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം? മോദി ഗവൺമെൻറ് 2014 അധികാരത്തിൽ വന്നത് മുതൽ കടുത്ത തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് നടപ്പാക്കുന്നത്. അതിലേറ്റവും ഭീകരമായ ഒരു നടപടിയാണ് തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് പുതിയ ലേബർ കോഡുകൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയത്. അതുകൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, കർഷകരുടെ നേരെ എടുക്കുന്ന അതിക്രമങ്ങൾ, തൊഴിലാളികളുടെ യോജിച്ച സമരങ്ങളെ ദുർബലമാക്കാൻ വ്യാപകമായ വർഗീയവൽക്കരണം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ തൊഴിലാളികളുടെ ഒരു ഐക്യ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ ട്രേഡ് യൂണിയനുകൾ തീരുമാനിച്ചത്. അപ്പോൾ എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്, BMS ഒഴികെ. എനിക്ക് തോന്നുന്നു ഒരു 17 ഡിമാൻഡുകളാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത്രയും തൊഴിലാളികളെ സംഘടിപ്പിക്കുവാനും അവരെ തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ തൊഴിലാളികളെ പണിമുടക്കിലേക്ക് നയിക്കുവാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു സംഘാടനത്തിൻ്റെ രീതി, അതിൻ്റെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒന്ന്, രാജ്യവ്യാപകമായ പണിമുടക്ക് ഇത് 14-ാമത്തെയോ 15-ാമത്തെയോ മറ്റോ 2015 ഇതുപോലെ പണിമുടക്ക് നടത്തിയിട്ടുണ്ട്. പിന്നെ പല കാരണങ്ങളാൽ ഇങ്ങനെ 2-3 വർഷം നീണ്ടുന്നു മാത്രമേ ഉള്ളൂ. ദേശീയ പണിമുടക്കങ്ങൾ ഇന്ത്യയിലൊരു ചരിത്ര വിജയമാകാറുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പങ്കെടുക്കുന്ന പണിമുടക്കാണ് ഇന്ത്യയിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക്. എങ്കിലും അതാകെ തൊഴിലാളികളുടെ ഒരു ചെറിയ വിഭാഗമേ ഈ പണിമുടക്കിൽ വരുന്നുള്ളൂ എന്നൊരു ദൗർബല്യമുണ്ട്. എങ്കിലും ഈ പണിമുടക്കങ്ങൾക്ക് ചില ഫലങ്ങളുണ്ടാകുന്നുണ്ട്. ഒന്ന്, 2019 പാർലമെൻറ്റ് ലേബർ കോഡുകൾ പാസ്സാക്കിയിട്ടും ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു നിയമം പാർലമെൻറ്റോ അസംബ്ലിയോ പാസ്സാക്കി കഴിഞ്ഞാൽ അത് നടപ്പാക്കണമെങ്കിൽ അതിന് റൂൾസ് ഫ്രെയിം ചെയ്ത് നോട്ടിഫൈ ചെയ്യണം. ഇതുവരെ സെൻട്രൽ റൂൾസ് നോട്ടിഫൈ ചെയ്തിട്ടില്ല. അതൊരു പ്രതിഷേധത്തിൻ്റെ ശക്തി കൊണ്ടും BMSന് തന്നെ പരസ്യമായിട്ടല്ലെങ്കിലും ഈ ലേബർ കോഡിൽ ചിലതിനെ എതിർക്കേണ്ടി വന്നതുകൊണ്ടും ഗവൺമെൻറ് പ്രതിസന്ധിയിലായി. എന്നാൽ ഗവൺമെൻറ് ഈ ലേബർ കോഡുകളിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പിൻവാതിലിലൂടെ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, സർക്കാർ ഉത്തരവിലൂടെയും മറ്റ് പല നടപടികളിലൂടെയും. പക്ഷേ ആസ് എ ഹോൾ ഇതുവരെ നോട്ടിഫൈ ചെയ്ത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2024 തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ച അധികാരത്തിൽ വന്നപ്പോൾ ഏതാണ്ട് സമയം അനുയോജ്യമായി എന്നൊരു തോന്നൽ ഗവൺമെൻറ്റിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് നടപ്പാക്കാനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. അതുകൂടി വെച്ചുകൊണ്ടാണ് ഈ ദേശീയ പണിമുടക്കിലേക്ക് പോകാൻ ട്രേഡ് യൂണിയനുകൾ തീരുമാനിച്ചത്. ഈ സ്വകാര്യ മേഖലയിൽ സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി, ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ സാംസങ് തൊഴിലാളികൾ, ആന്ധ്രയിലും തെലുങ്കാനയിലും മറ്റും പലതരത്തിലുള്ള, പിന്നെ ഈ ഗിഗ് വർക്കേഴ്സിൻ്റെ സമരം ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും അവർ സംഘടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സ്വകാര്യ മേഖല, ഇപ്പോൾ നമുക്കറിയാം സ്വകാര്യവൽക്കരണം വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, കുത്തകകൾക്ക് ഇതെല്ലാം അടിയറ വെക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള തൊഴിലാളികളുടെ ഒരു സംഘടിത ശക്തിയെ നമുക്ക് എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ CITU എങ്ങനെയാണ് അതിനെ കാണുന്നത്? സ്വകാര്യ മേഖലയിൽ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് കമ്പനികളിൽ ട്രേഡ് യൂണിയൻ സ്വാധീനം താരതമ്യേന കുറവാണ്.
അതാണ് ഇന്ത്യൻ കുത്തക മുതലാളിമാരുടെ ശക്തി. ഇപ്പം ടാറ്റ, അദാനി, അംബാനിമാരൊക്കെ നേതൃത്വം കൊടുക്കുന്ന വൻകിട കമ്പനികളുണ്ട്. അവരാണ് ഇന്ത്യൻ വ്യവസായത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. ഈ പറയുന്ന ന്യൂ ജനറേഷൻ, അതുപോലെ ഹെവി ഇൻഡസ്ട്രീസ്. അതിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നതിനെ അതിശക്തമായി എതിർക്കുകയാണ് മാനേജ്മെൻറ്റ്. പലയിടത്തും ഗവൺമെൻറ്റുകൾ അതിന് കൂട്ടുനിൽക്കും. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് സാംസങ്ങിൽ വന്ന തൊഴിലാളി സമരം. സാംസങ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ശ്രീപെരുമ്പത്തൂരിൽ അതിൻ്റെ യൂണിറ്റ് വന്നു, തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തു, അവർ ജോലി തുടങ്ങി. ഒരു വർഷം കഴിഞ്ഞ് അവർ ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തു. ട്രേഡ് യൂണിയൻ രജിസ്ട്രാർ രജിസ്ട്രേഷൻ അവർ നിഷേധിച്ചു. അവരാദ്യം പറഞ്ഞത് സാംസങ് എന്ന പേര് ഒഴിവാക്കണം. സാംസങ്ങിന് അത് ഒരു അപമാനമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ സാധ്യതയില്ല. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു വെർഷൻ. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും പേരിടും. അപ്പോൾ അത് തൊഴിലാളി സംഘടനകൾ പറഞ്ഞാൽ അത് സാധ്യമല്ല. ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ ട്രേഡ് യൂണിയന് പേരിടുക. മാറ്റാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു. അവസാനം അത് പണിമുടക്കിലെത്തി. 1 മാസം നീണ്ടു നിന്ന പണിമുടക്ക് കുറച്ച് ബലപ്രയോഗമൊക്കെ പോലീസും മറ്റും അധികൃതർ നടത്തി നോക്കി. പക്ഷേ അവർ പിന്തിരിഞ്ഞില്ല. അവസാനം രജിസ്ട്രേഷൻ കൊടുക്കാൻ തീരുമാനിക്കേണ്ടി വന്നു. ഗവൺമെൻറ് ഇടപെട്ടു, ട്രേഡ് യൂണിയനുകളാകെ ഇടപെട്ടു. അങ്ങനെയാണ് രജിസ്ട്രേഷൻ കൊടുത്തത്. അപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിനെ തന്നെ തടസ്സപ്പെടുത്താൻ ഗവൺമെൻറ്റുകളും മാനേജ്മെൻറ്റുകളും ശ്രമിക്കുക. അപ്പോൾ ഇത് CITU അതിനൊരു പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് സ്വകാര്യ മേഖലകളിൽ ഇത്തരം സംഘാടനത്തിനുള്ള ശ്രമങ്ങളാണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ശക്തമായി ആ ശ്രമം നടത്തുക. സംഘടിത മേഖലയിൽ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാതെ ഇന്ത്യൻ ഭരണവർഗത്തെ ഈ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ വൈദ്യുതി മേഖലയിൽ ട്രേഡ് യൂണിയൻ കുറച്ച് സജീവമായി വന്നിട്ടുണ്ട്. വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിനെതിരായി പലയിടത്തും നല്ല സമരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് ചിലയിടത്തെല്ലാം ഇന്ത്യ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് വഴങ്ങേണ്ടി വരുന്നുണ്ട്. റെയിൽവേയിൽ പൊതുമേഖലയാണ്. റെയിൽവേയിൽ ഒരു ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സ്വാധീനം വളരെ കുറവാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ CITUവിന് റഫറണ്ടത്തിൽ അംഗീകാരം കിട്ടിയത്. ഈസ്റ്റേൺ റെയിൽവേയിൽ അംഗീകാരം കിട്ടി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ CITU നേതൃത്വത്തിൽ ഒരു അഖിലേന്ത്യാ സംഘടന പതുക്കെ രൂപം കൊള്ളുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈനാണ്. ഇങ്ങനെ ഓരോ മേഖലയിലും പ്രത്യേകിച്ച് ഓർഗനൈസ്ഡ് സെക്ടറിൽ ട്രേഡ് യൂണിയൻ ശക്തിപ്പെടുത്താനുള്ള ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകാം. ഈ തൊഴിലാളി വർഗത്തിൻ്റെതായ നമ്മളെപ്പോഴും പറയാറുള്ള ഇപ്പം നമ്മൾ പറയുന്നത് വിപ്ലവത്തിൻ്റെ മുന്നണി പോരാളികൾ വ്യവസായ തൊഴിലാളികളായിട്ടാണല്ലോ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ ആ ഒരു തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കുന്നതിൽ ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിൻ്റെ കീഴിൽ നമുക്ക് ഒരു പ്രതീക്ഷ എങ്ങനെയാണ്, അത് സാധ്യമാണ് എന്നൊരു പ്രതീക്ഷ എങ്ങനെ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയും? സമ്പദ്ഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് സംഘടിത മേഖല. അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കായ തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. നിർമ്മാണം, മോട്ടോർ ട്രാൻസ്പോർട്ട്, മത്സ്യത്തൊഴിലാളി മേഖല, പിന്നെ ബീഡി തൊഴിലാളികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെ പറയുന്ന വിഭാഗം. അവരാണ് ഇന്ത്യൻ തൊഴിലാളികളുടെ മഹാഭൂരിപക്ഷം. പക്ഷേ ഭരണവർഗത്തെയും ഭരണകൂടത്തെയും പിടിച്ചു നിർത്തണമെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടറിലെ തൊഴിലാളികൾ സംഘടിതരായി സമരസജ്ജരായി മുന്നോട്ട് വരണം. അല്ലാത്തടത്തോളം കാലം ഇപ്പോൾ കർഷക തൊഴിലാളികൾ 1 കൊല്ലം പണിമുടക്കിയാലും രാജ്യത്ത് പ്രത്യേകിച്ച് ചലനമൊന്നും ഉണ്ടാവില്ല. കാർഷികോൽപ്പന്നങ്ങൾ വേണമെങ്കിൽ ഇറക്കുമതി ചെയ്യാം. അതുപോലെ നിർമ്മാണ തൊഴിലാളികൾ അവർ പണിമുടക്കുന്നു വിചാരിക്കുക, പെട്ടെന്ന് ഭരണത്തിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ അത് തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ അവരും അവിഭാജ്യമായൊരു ഘടകം തന്നെയാണ്. പക്ഷേ ഓർഗനൈസ്ഡ് സെക്ടറിലെ ട്രേഡ് യൂണിയനുകളാണ് വിപ്ലവകരമായി മുന്നേറ്റത്തിന് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കേണ്ടത്. അതിൽ ദുർബലതയുണ്ട് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്. ആ ദുർബലത ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അടുത്ത കാലത്തായി വ്യവസായശാലകളിൽ സ്ഥിരം തൊഴിലാളികളുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുക. കാഷ്വൽ കോൺട്രാക്റ്റ് എന്നൊക്കെ പറഞ്ഞ് താൽക്കാലിക തൊഴിലാളികളെ കമ്പനിക്കുള്ളിലെ സ്ഥിരം ജോലികളിലും നിയമിക്കുക. അതിന് സഹായകരമാണ് പുതിയ ലേബർ കോഡ്. ഫിക്സഡ് ടേം എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പുതിയ തസ്തിക ഒരു അനൗൺസ് ചെയ്തിട്ടുണ്ട്, നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് ടേം 4 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 5 കൊല്ലത്തേക്ക്. ഈ അഗ്നിവീർ എന്ന് പറഞ്ഞ പട്ടാളത്തിലെടുക്കുന്ന പോലെ തന്നെ അതിൻ്റെ മറ്റൊരു രൂപമാണത്. അങ്ങനെ വരുമ്പോൾ പെർമനൻ്റ് പോസ്റ്റിൽ ഇങ്ങനെ താൽക്കാലികമായ ആളുകളെ വച്ചാൽ
അവർക്കും സ്ഥിരം ജോലി എന്നതൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്ഥിരം ജോലി കിട്ടണമെങ്കിൽ അവർ മാനേജ്മെൻറ്റിന് ലോയലായിരിക്കണം, അല്ലാത്തവരവരെടുക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് സംഘടിക്കാൻ ഭയമാണ്. മാനേജ്മെൻറ്റിനെതിരായി ഒരു സമരത്തിലേക്കോ മുദ്രാവാക്യത്തിലേക്കോ വന്നാൽ ഞങ്ങളുടെ ജോലി എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന ഭീതിയിൽ അവർ നിൽക്കുകയാണ്. ഈ നിലയിലാണ് നിയമപരമായും മറ്റ് തരത്തിൽ ആക്രമണപരമായും തൊഴിലാളികളുടെ സംഘടിത ശക്തിയെ ദുർബലമാക്കാൻ മാനേജ്മെൻറ്റുകളും ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനനുസരിച്ച് ഗവൺമെൻറ് മാനേജ്മെൻറ്റുകൾ കൂടെ നിൽക്കുകയാണ്. പബ്ലിക് സെക്ടറിൽ പോലും കാഷ്വൽ കരാർ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഗവൺമെൻറ്റാണ് ഒരു മോഡൽ എംപ്ലോയർ ആവേണ്ടത് സത്യത്തിൽ. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ 5 ലക്ഷത്തിലധികം താൽക്കാലിക തൊഴിലാളികളുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഈ പെട്രോൾ നൽകുന്നവർ, ഹൗസ് കീപ്പിംഗ് എന്ന ജോലി ചെയ്യുന്നവർ, അതൊക്കെ സ്ഥിരം ജോലിയാണല്ലോ. ട്രെയിൻ ഓടുന്നിടത്തോളം കാലം ആ ജോലി ചെയ്യണ്ടേ, അല്ലാതെ താൽക്കാലികക്കാരല്ല അവർ. കൺസ്ട്രക്ഷനാണെങ്കിൽ താൽക്കാലികമാണ്, അല്ലെങ്കിൽ പിന്നെ റെയിൽവേ ലൈനിൻ്റെ റിപ്പയർ വർക്ക് അതും താൽക്കാലിക ജോലിയാണ്. പക്ഷേ ഇത് പെർമനൻ്റ് ജോലിയാണ്. ആ പെർമനൻ്റ് ജോലിയിൽ താൽക്കാലികക്കാരെ അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ വയ്ക്കുക. ഇപ്പോൾ പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന വൈദ്യുതി മേഖലയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ കമ്പനി, അവരുടെ ട്രാൻസ്മിഷനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്മിഷൻ കമ്പനി. 76,000 തൊഴിലാളികളുണ്ട്. അതിൽ സ്ഥിരം ജീവനക്കാർ 6,000 പേരേ ഉള്ളൂ. ബാക്കി മുഴുവൻ കോൺട്രാക്റ്റാണ്. ഇതാണ് മോഡൽ എംപ്ലോയറായ ഗവൺമെൻറ്റിൻ്റെ രീതി. പിന്നെ സ്വകാര്യ മുതലാളി പിന്നെ എന്ത് ചെയ്യാനാ മടിക്കുക? ഇതാണ് അവസ്ഥ. അപ്പോൾ സംഘടിതമായി വരുന്നതിന് തടസ്സം നിൽക്കുന്ന സാഹചര്യം മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും കൂടി സൃഷ്ടിക്കുകയാണ്. ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് വരത്തക്ക നിലയിലേക്ക് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്. CITU നല്ല ശ്രമം നടത്തുന്നുണ്ട്. എന്നാലും ഒരു നല്ല ഹെർക്കുലിയൻ ടാസ്ക്കാണത്. ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ ജാതീയത, മതം, ഇതൊക്കെ തന്നെ തൊഴിലാളിയുടെ ഒരു വർഗബോധത്തെ ഉണർത്തുന്നതിന് തടസ്സമായി വരുന്നുണ്ടാകും അല്ലേ? ഇപ്പോഴത്തെ ഈ പറയുന്ന BJPയുടെയും സംഘപരിവാറിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും തൊഴിലാളികളെ ആ രീതിയിലും കൂടി അവരെ മാറ്റി തീർക്കുന്നുണ്ടോ? അങ്ങനെ തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് ജാതി മതവർഗീയത ശക്തിപ്പെട്ട് നിൽക്കുന്ന വടക്കേ ഇന്ത്യയിലൊക്കെ തൊഴിലാളികൾ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നു. ഈ മതജാതി പിന്തിരിപ്പൻ ജീവിത സാഹചര്യത്തിൽ നിന്നാണ് അവർ ഫാക്ടറികളിലേക്കും തൊഴിൽ മേഖലയിലേക്കും വരുന്നത്. അവർ ജനിച്ചു വളർന്ന നാട്ടിലെ ആ സാഹചര്യത്തിൻ്റെ സൃഷ്ടികളാണിവർ. അപ്പോൾ ഫാക്ടറിയിൽ വന്നാലും ഒരു ഫാക്ടറി തൊഴിലാളിയുടെ വികാരത്തിലേക്കും ബോധത്തിലേക്കും അവർ വരണമെങ്കിൽ അവർ ഓർഗനൈസ്ഡായി ട്രേഡ് യൂണിയനായി ഒരു പ്രസ്ഥാനമായി ഉയർന്നു വരണം. അതിലേക്ക് വരുന്നതിന് തന്നെ ഇവരുടെ ഈ സാഹചര്യം തടസ്സം നിൽക്കുന്നു. ജോലി കഴിഞ്ഞാൽ നേരെ അവർ പോകുന്നത് പിന്തിരിപ്പൻ ആചാരങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും അവരുടെ ജീവിത രീതികളിലേക്കും പോകുന്നത്. ഈ സാഹചര്യമാണ് തൊഴിലാളികളെ ഏകോപിച്ച് കൊണ്ടുവരുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു ഘടകം. അതുകൊണ്ടാണ് വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യം എന്ന മുദ്രാവാക്യം CITU ശക്തമായി ഉയർത്തി ക്യാമ്പയിൻ ചെയ്യുന്നത്. കേരളത്തിൽ രാഷ്ട്രീയമായി സംസ്ഥാനത്താകെ ഉണ്ടായ മാറ്റങ്ങൾ തൊഴിലാളി പ്രസ്ഥാനം ശക്തിപ്പെടാനിടയായിട്ടുണ്ട്. തൊഴിലാളി പ്രസ്ഥാനം ശക്തിപ്പെട്ടത് ഈ മാറ്റങ്ങൾക്ക് പ്രേരകമായിട്ടുണ്ട്. രണ്ടും കൂടി ചേർന്നതാണ്. സാമൂഹിക പരിവർത്തനം, സാമൂഹിക മാറ്റങ്ങൾ പ്ലസ് അതോടൊപ്പം തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ ശക്തി. തൊഴിലാളി വർഗം യോജിച്ചു വരുന്നതിനനുസരിച്ച് ഈ സാമൂഹ്യ മാറ്റം ത്വരിതപ്പെടൽ, രണ്ട് പ്രക്രിയ നടക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കാര്യമായ സ്വാധീനം ഇല്ലാത്തയിടത്ത് ഇത് നടക്കുന്നില്ല. അവിടെയാണ് അതിൻ്റെ ദുർബലത കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഒരു നവഫാസിസം, മതാത്മകത, ആഗോളവൽക്കരണം, നവോദാരവൽക്കരണം ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ് ഇവരെ സംഘടിപ്പിക്കുക എന്നുള്ളത്. ഇതൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ തൊഴിലാളി വർഗ പ്രസ്ഥാനം മറ്റു പല രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തൊഴിലാളി പ്രസ്ഥാനം വളരെ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. എങ്കിലും ഭരണകൂടത്തിൻ്റെ നയങ്ങൾക്കെതിരായി സമരം ചെയ്യുന്നിടത്തേക്ക് ഒരു അത്തരത്തിലേക്ക് ശക്തിപ്പെട്ടു വരുന്നില്ല. എന്നാൽ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായി യോജിച്ച സമരം വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ റഷ്യ-ഉക്രൈൻ യുദ്ധം വന്നപ്പോൾ യൂറോപ്പിലെല്ലാം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഗ്യാസിൻ്റെയൊക്കെ വില വർദ്ധിച്ചു. കാരണം റഷ്യ എന്നുള്ളത് അവർ നിർത്തിവെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്കേസിറ്റി വന്നു, വൻ വില വർധനമുണ്ട്, എല്ലാവരുടെയും ജീവിത ചെലവ് വർദ്ധിച്ചു.
ഇംഗ്ലണ്ടിലെ എല്ലാ മേഖലയിലും പണിമുടക്ക് സമരം നടന്നു. റെയിൽവേയിൽ, ഗവൺമെൻറ് സർവീസിൽ, ഹെൽത്ത് സർവീസ്, അധ്യാപകർ എല്ലാവരും പണിമുടക്ക് സമരത്തിലേക്ക് വന്നു. ചില റിലീഫ് അവർ പിടിച്ചു വാങ്ങി. ഇപ്പം ട്രംപിൻ്റെ പുതിയ നികുതി ഇറക്കുമതി ചുങ്കം പുതിയ നയത്തിനെതിരായി ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉയർന്നു വന്നത്. അതിൽ തൊഴിലാളികളൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്, മറ്റ് ജനവിഭാഗങ്ങളുണ്ട്. യൂറോപ്പിലാകെ, ഫ്രാൻസിൽ തൊഴിലാളികളുടെ അതിശക്തമായ സമരം വന്നു. പക്ഷെ അതൊന്നും രാഷ്ട്രീയമായി ഈ മുതലാളിത്ത രാഷ്ട്രീയത്തിനൊരു ബദൽ വേണമെന്ന മുദ്രാവാക്യത്തിലേക്ക് എത്തിയിട്ടില്ല. സാമ്പത്തിക ഡിമാൻഡിലാണ് അവർ നിൽക്കുന്നത്. സാമ്പത്തികമായി പ്രശ്നം വരുന്നത് രാഷ്ട്രീയമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഈ പീഡനങ്ങളുടെ, തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കി രാഷ്ട്രീയമായി അതിനെ എതിർക്കാനുള്ള ഒരു ബോധത്തിലേക്ക് ഭൂരിപക്ഷം തൊഴിലാളികൾ വന്നില്ല. ഇതാണ് ഒരു വീക്ക്നെസ് ഉള്ളത്. എങ്കിലും തൊഴിലാളി സമരങ്ങൾ ലോകത്ത് വ്യാപകമാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇവിടെ ശക്തമായി നടക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ വലിയ ശക്തമായ തൊഴിലാളി സമരം നടന്നു. യൂറോപ്പിലും ഇപ്പോഴും അതുപോലുള്ള സമരത്തിൻ്റെ അലവലികളുണ്ട്. ആ നിലയിൽ നോക്കുകയാണെങ്കിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഇത് മുതലാളിത്തം തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടി ആകാം അല്ലെ? ഈ പറയുന്ന രാജ്യങ്ങളിലെ തൊഴിലാളികൾ ഈ രീതിയിലെങ്കിലും ഒരു പ്രതിഷേധത്തിലേക്കും പ്രതിരോധത്തിലേക്കും ഒക്കെ പോകുന്നത് മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധിയുടെ ലക്ഷണം കൂടിയല്ലേ? തീർച്ചയായിട്ടും. ഈ സാമ്രാജ്യത്വം, മുതലാളിത്തം അവരുടെ വികസനത്തിനും താല്പര്യത്തിനും വേണ്ടിയാണ് ഈ ഉദാരവൽക്കരണം എന്ന നയം കൊണ്ടുവന്നത്. ലോകം ഒരു കമ്പോളം, ഇറക്കുമതിയുടെ മേലെ ചുങ്കം ചുമത്തിയിട്ട് ആരും തടസ്സപ്പെടുത്താൻ പാടില്ല എന്നെല്ലാമുള്ള നിലയിലുള്ള ഒരു നയം ലോകത്തിന് മേലെ അവിടെ ചേൽപ്പിച്ചു. ആ ഇറക്കുമതി നയമാണല്ലോ നമ്മുടെ രാജ്യമൊക്കെ പ്രതിസന്ധി ഉണ്ടാക്കിയത്. വികസിത രാജ്യങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപ്പാദന ചെലവ് കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അതേപടി ഇവിടെ ഇറക്കുമതി ചെയ്താൽ നമ്മൾ ചുങ്കം ചുമത്തുന്നില്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് കമ്പോളം കിട്ടില്ല. ഇവിടെ ഉൽപ്പാദനം നിന്നാൽ അവിടെ തൊഴിലുമില്ല. ഇന്നിപ്പോൾ കാണുന്നത് എന്താ? കൂടുതൽ ചുങ്കം ചുമത്തി സമ്പദ്ഘടനയെ സംരക്ഷിക്കാനുള്ള നടപടിയിലേക്ക് അതേ മുതലാളിത്തം പോവുക. അവർ തന്നെ ആവിഷ്കരിച്ച നയത്തിന് എതിരാണ് ഇപ്പോൾ അവർ. ഇതാണ് മുതലാളിത്ത പ്രതിസന്ധി. ഈ പ്രതിസന്ധിയെ അവർക്ക് എളുപ്പം പരിഹരിക്കാനൊന്നും കഴിയില്ല. ഇപ്പം ലോക ഉൽപ്പാദനത്തിൽ പ്രതീക്ഷിച്ച പോലെ വർധനവുണ്ടാവുന്നില്ല, ലോകത്താകെ സമ്പത്ത് ഉൽപ്പാദനം വർദ്ധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രതിസന്ധികൾ ലോക മുതലാളിത്തം നേരിടുന്നുണ്ട്. ഇന്ത്യയിലും സ്ഥിതി അത് തന്നെയാണ്. അപ്പോൾ പിക്കറ്റിയെ പോലുള്ള ആൾ, തോമസ് പിക്കറ്റിയെ പോലുള്ള ആളുകൾ അങ്ങനെ ഒരു മാർക്സിയൻ സോഷ്യലിസ്റ്റ് ഒന്നും അല്ലെങ്കിൽ പോലും ഈ സാമ്പത്തിക അസമത്വത്തിനെതിരായി വലിയ മുന്നറിയിപ്പും താക്കീതൊക്കെ നൽകുന്നുണ്ട്. ഇങ്ങനെ ഇത് മുന്നോട്ട് പോവില്ല, ബദൽ സോഷ്യലിസം തന്നെയാണ് എന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രവണത ലോകത്തുണ്ട്. ഈ ഇന്ത്യൻ തൊഴിലാളികളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിലെ സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നതുമൊക്കെ തൊഴിലാളി വർഗത്തിൽപ്പെട്ട ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകളാണല്ലോ. CITU എന്നുള്ള നിലയ്ക്ക് ഇവരുടെ സംഘാടനം, ഇവരെ നമ്മളുടെ ഒപ്പം നിർത്തുന്നതിന് ഒരു ബോധപൂർവമായ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? ഇപ്പം നിയമപ്രകാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ജോലിക്ക് തുല്യ ജോലിക്ക് തുല്യവേതനം നൽകേണ്ടതാണ്. പക്ഷേ ഇന്ത്യയിലെ സ്ഥിതി നേരെ മറിച്ചാണ്. ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് സർവേയിൽ, ലേറ്റസ്റ്റ് എക്കണോമിക് സർവേയിൽ തൊഴിലാളികളുടെ കൂലിയെ സംബന്ധിച്ച പരാമർശമുണ്ട്. ഈ അനൗപചാരിക മേഖലയിൽ ഒരു പുരുഷ തൊഴിലാളിയുടെ ശരാശരി കൂലി 230 രൂപ മുതൽ 270 രൂപ വരെയാണ്. അതേവസം സ്ത്രീ തൊഴിലാളികളുടെ 140 മുതൽ 170 വരെയാണ്. അന്തരം മനസ്സിലായല്ലോ. ഇത് കേരളവുമായി നമുക്ക് താരതമ്യപ്പെടുത്താൻ പോലും പറ്റാത്തതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ദിവസക്കൂലി കിട്ടുന്നവർ കേരളത്തിലെ തൊഴിലാളികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേരളം നേടിയെടുത്ത ഒരു നേട്ടമാണ്. കേരളത്തിലിപ്പോൾ മൈഗ്രൻ്റ് ലേബേഴ്സ് പോലും കേരളത്തിലെ തൊഴിലാളികളുടെ അതേ കൂലിയാണ് വാങ്ങുന്നത്. ഒരു ഡിസ്പാരിറ്റിയും ഇല്ല. കൂലി ഉയർന്നിട്ടുണ്ട്. ആ കൂലി ഉയർന്നത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിയിട്ടുണ്ട്. ജീവിത നിലവാരം ഉയരുമ്പോൾ മാർക്കറ്റുകൾ ശക്തിപ്പെടുന്നുണ്ട്, ബിസിനസ് ശക്തിപ്പെടുന്നുണ്ട്. ഇതാണ് നമ്മുടെ വളർച്ചയുടെ ഒരു രീതി. ഇതിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്നത്. അപ്പോൾ സ്ത്രീകൾ വളരെ കൂടുതലായി ജോലി ചെയ്യുന്ന BD മേഖല തുച്ഛമായ കൂലിയാണ്. കൈത്തറി മേഖല കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ കൂലിയാണ്. മത്സ്യത്തിൻ്റെ വിപണന മേഖല സ്ത്രീകളൊരു വലിയ വിഭാഗം ജോലി ചെയ്യുന്നുണ്ട്. കടലിൽ പോയി മത്സ്യബന്ധനത്തിലാണ് പുരുഷന്മാരുടെ മേധാവിത്വം ഉള്ളത്.
എന്നാൽ അങ്ങാടികളിൽ ഇത് വിൽപ്പന നടത്തുന്നതിൽ നല്ലൊരു വിഭാഗം സ്ത്രീകളാണ്. ഇതുപോലെ MNREG മഹാഭൂരിപക്ഷം സ്ത്രീകളാണ്. ഗവൺമെൻറ് പ്രഖ്യാപിച്ച കൂലി തന്നെ വളരെ തുച്ഛമാണ്. പിന്നെ സ്കീം വർക്കേഴ്സ്, ഗവൺമെൻറ് സ്കീം എന്ന പേരിൽ ജോലി ചെയ്യിക്കുന്ന ആശ, അംഗൻവാടി, മിഡ് ഡേ മീൽ, NHM ഇതിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു വേതനം. അതും വേതനം എന്ന പേര് പറയില്ല, വേജസ് എന്ന് പറയില്ല, ഹോണറേറിയം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. ഈ നിലയിൽ അടിച്ചമർത്തപ്പെടുക. ഇപ്പോൾ സ്ത്രീകളോട് കാണിക്കുന്ന കടുത്ത ക്രൂരതയാണ്. അതിനേക്കാളുപരി ഈ സ്ത്രീ തൊഴിലാളികൾ അവർ ജീവിക്കാനുള്ള ഏണിങ്സിന് വേണ്ടി പുറത്തു പോയി ജോലി ചെയ്യണം. തിരിച്ചു വന്നാൽ വീട്ടിലെ ജോലി മുഴുവൻ സൗജന്യമായി ചെയ്യണം. അവിടെ പുരുഷൻ എത്ര ദരിദ്രനാണെങ്കിലും വീട്ടിൽ മേധാവിയാണ്, പുരുഷ മേധാവിത്വമാണ്. അവർ പരസ്പരം സഹായിച്ച് ജോലി ചെയ്യുന്നത് വളരെ കുറവാണ്. ഈ ജോലികളും കൂടി വരിച്ച കുഞ്ഞുങ്ങളെ സംരക്ഷണം, അവരെ കുളിപ്പിക്കൽ, പാത്രം കഴുകൽ, അലക്കൽ, വീട് ക്ലീൻ ചെയ്യൽ, ഇതെല്ലാം സ്ത്രീകൾ സൗജന്യമായി ചെയ്യേണ്ടതാണ് എന്ന ഒരു ബോധം ഇപ്പോഴും ഭൂരിപക്ഷം സ്ത്രീകളിലും നിൽക്കുകയാണ്, സമൂഹത്തിലാകെ നിൽക്കുകയാണ്. ഇരട്ട ചൂഷണമാണ് സ്ത്രീ തൊഴിലാളികൾ നേരിടുന്നത്. ഈ പ്രശ്നത്തെ ആസ്പദമാക്കി തൊഴിലാളികൾക്കിടയിൽ വലിയ ബോധവൽക്കരണം നടത്താൻ CITU പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വലിയ തോതിൽ വിശദീകരണം നടത്താറുണ്ട്. കേരളത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറുകളിലൊക്കെ വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ജീവിതശൈലിയിലൊക്കെ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ കേരളത്തിൽ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ പുരുഷന്മാരെക്കാൾ അവർ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായ മാറ്റങ്ങളുണ്ട്. എങ്കിലും സാമൂഹ്യമായ ഈ പിന്തിരിപ്പൻ ബോധം ഇപ്പോഴും പലരെയും നയിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ വളർച്ചയിലും പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലെല്ലാം സ്ത്രീകൾ കടുത്ത യാതനയാണ് നേരിടുന്നത്. ഇപ്പോൾ സ്ട്രീറ്റ് വെണ്ടേഴ്സ് നിങ്ങൾ നോക്കൂ, വലിയൊരു വിഭാഗം സ്ത്രീകളാണ്. അവർ ഈ സൂര്യപ്രകാശത്തിൻ്റെ കീഴിൽ, അല്ലെ മഴയാണെങ്കിൽ മഴയത്ത് ചെരുപ്പ്, മറ്റേത് കുട, ഭക്ഷണം, പിന്നെ പച്ചക്കറികൾ ഇതെല്ലാം റോഡിൽ വെച്ച് വിൽപ്പന നടത്തിയിട്ട് എത്ര മണിക്കൂറാണ് അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്നത് വരെ, അല്ലാതെ 8 മണിക്കൂർ കണക്കാക്കി നിർത്താൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് പോയാൽ വീട്ടിൽ ചെന്ന് മുഴുവൻ ജോലിയും ചെയ്യണം. ഇതാണ് സ്ത്രീ തൊഴിലാളികൾ നേരിടുന്ന ദുരവസ്ഥ. ഇത് നല്ല നിലയിൽ ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യാറുണ്ട്. ഈ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി CITU ഒരു പദ്ധതി തയ്യാറാക്കി നല്ല പ്രചരണം നടത്തുന്നുണ്ട്. പക്ഷേ CITUവിന് ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളുടെ സ്വാധീനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഇടപെടൽ നടത്താനുള്ള ശേഷിയിലേക്ക് എത്തിയിട്ടില്ല. ശേഷിയിൽ കേരളത്തിൽ ഇതുപോലെ എത്തിയിരുന്നെങ്കിൽ മറ്റുള്ളിടത്തും മാറ്റം വരുമായിരുന്നു. അതെ, ഈ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ പലപ്പോഴും നേതൃനിരയിലേക്കും അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുടെ വിവിധ തലങ്ങളിലേക്കും ഒക്കെ തന്നെ സ്ത്രീകളെ കൊണ്ടുവരുന്നതിന് നമ്മളിപ്പോൾ ബോധപൂർവമായ നീക്കം നടക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഈ സ്ത്രീ തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയനുകളിൽ അർഹമായ സ്ഥാനം നൽകുക എന്നത് ഒരു നയമാണ് CITUവിൻ്റെ. ഇപ്പോൾ CITUവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ ഒരു ലേഡി കോമ്രേഡാണ്. അതുപോലെ ഇപ്പോൾ കേരള CITUവിൻ്റെ സംസ്ഥാന ഭാരവാഹികളിൽ 10 പേര് സ്ത്രീ സഖാക്കളാണ്. അത് കേരള ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയും ഒരു എണ്ണം വന്നിരിക്കുന്നത്. മുമ്പൊക്കെ പേരിന് 2-3 ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതല്ല. അർഹമായ നിലയിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടാവണമെന്ന് ഞങ്ങൾ കർശനമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതൊരു സമരമാണ്, സംഘടനക്കുള്ളിൽ ഒരു സമരമാണ്. നമ്മൾ ഓരോരുത്തരുടെയും ബോധത്തിൽ തന്നെ മാറ്റം വരുത്താനുള്ള ഒരു സമരം സംഘടനക്കുള്ളിൽ നടത്തിയിട്ടാണ് ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നത്. പക്ഷേ സംഘടനാ രംഗത്ത് വരുന്ന സ്ത്രീകൾ വളരെ മിടുക്ക് കാണിക്കുന്നുണ്ട്, സാമർഥ്യം കാണിക്കുന്നുണ്ട്. സമരങ്ങളിൽ, പ്രക്ഷോഭ സമരങ്ങളിൽ, തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ, അതിനുവേണ്ടി ഗവൺമെൻറ്റുമായി വിലപേശൽ നടത്തുന്നതിൽ എല്ലാം പുരുഷന്മാരെക്കാൾ മികവ് കാണിക്കുന്ന സ്ത്രീ സഖാക്കളുണ്ട്. സ്വതന്ത്രമായി തന്നെ പല പ്രവർത്തനങ്ങളും അവർ ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വർക്കിംഗ് വിമൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ട്രേഡ് യൂണിയനകത്ത്. അവർ അന്തർദേശീയ വനിതാ ദിനം ആചരിക്കൽ മാത്രമല്ല, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വന്നാൽ ഉടനെ പോയി ഇടപെടും. ഇപ്പോൾ ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ ഒരു പെൺകുട്ടി അമിത ജോലിഭാരം കൊണ്ട് മരണപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അവർ ആ ഇഷ്യൂ ഏറ്റെടുത്തു, വലിയ പ്രക്ഷോഭമാക്കി, കുടുംബത്തെ പോയി കണ്ടു. ആ നിലയിലൊക്കെയുള്ള ഇടപെടൽ നടത്താനുള്ള ശേഷി കേരളത്തിലെ സ്ത്രീ തൊഴിലാളികൾക്കിടയിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. രാജ്യവ്യാപകമായി ഇത് ശക്തിപ്പെടുത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഈ സ്കീം വർക്കേഴ്സ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ മുതലാളിത്തത്തിൻ്റെയും ഈ നവ ഉദാരവൽക്കരണത്തിൻ്റെയൊക്കെ ഒരു ഉപോൽപ്പന്നമല്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അടിസ്ഥാനപരമായി ലഭിക്കേണ്ട സേവനങ്ങളാണ് ഈ സ്കീമിൻ്റെ പേരിൽ ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ ഹെൽത്ത് മേഖലയിൽ, പിന്നെ NHM, പിന്നെ ആശ, ഇവരെല്ലാം ആരോഗ്യ മേഖലയിലാണ്.
ഓരോ പ്രാഥമിക ആശുപത്രികളുമായി അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇവർ ചെയ്യുന്ന സർവേകൾ, ഗർഭിണികളെ സംബന്ധിച്ച്, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, വിവിധ പകർച്ചവ്യാധികളുടെ വ്യാപനം സംബന്ധിച്ചൊക്കെയുള്ള കണക്കെടുക്കൽ, ഇതെല്ലാം സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിലെ പ്രവൃത്തികളാണ്. എന്തിനാണ് ഈ സ്കീം ചെയ്യുന്നത്? അവർക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ചെയ്യാം, ഗവൺമെൻറ് സ്കെയിലിൽ ശമ്പളത്തിന് ആളെ വെക്കാം. ചൂഷണം മാത്രം. അത് ഈ ജനക്ഷേമപരമായ പദ്ധതികളിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറുക, ഇതെല്ലാം കരാർ കൊടുക്കുക, അല്ലെങ്കിൽ കോൺട്രാക്ടർമാരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ താൽക്കാലിക തൊഴിലാളികളെ വയ്ക്കുക എന്ന ഒരു നയത്തിൻ്റെ ഭാഗമാണിത്. അത് ഗവൺമെൻറ് എല്ലാ മേഖലയിലും നടപ്പാക്കുന്നത് ഈ നയങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഈ 17 ഡിമാൻഡുകളിൽ സ്കീം വർക്കേഴ്സിൻ്റെ കാര്യവും കൂടി പറയുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും സ്കീം വർക്കേഴ്സിനെ വർക്കർ എന്ന സ്റ്റാറ്റസിൽ അംഗീകരിച്ച് അവർക്ക് നിയമപരമായ ആനുകൂല്യങ്ങൾ നൽകണം. മിനിമം വേതനം പ്രതിമാസം 26,000 രൂപയായി നിശ്ചയിക്കണം എന്നത് ഈ സമരത്തിലെ ഒരു പ്രധാന ഡിമാൻഡാണ്. അത് ഉയർത്തുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഈ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശക്തമായ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. നിരവധി തൊഴിലാളി സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ രീതിയിൽ കേരളം വളരെ വ്യത്യസ്തം തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ധാരാളമായിട്ട്, അതിഥി തൊഴിലാളികൾ ഇങ്ങോട്ട് വരുന്നു. അതിൻ്റെ ഒരു കാരണം എന്തായിട്ടാണ് തോന്നുന്നത് സഖാവിന്? ഒന്ന്, കേരളത്തിൽ ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിലും മറ്റും ദേഹാധ്വാനമുള്ള ജോലി ചെയ്യുന്നതിന് കേരളീയരായ യുവജനത ഒരു എന്താ പറയുക, ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. ഒന്ന്, എല്ലാവരും സ്കൂളിൽ പോകുന്ന നാടാണ് നമ്മുടെ കേരളം. 5 വയസ്സ് പൂർത്തിയാകുന്ന ഒരു കുഞ്ഞ് നിർബന്ധമായി സ്കൂളിൽ പോയിരിക്കും. പോത്തൊരൊറ്റ കുട്ടിയെ ഇന്ന് കാണാൻ പറ്റില്ല. ഗവൺമെൻറ് തന്നെ അവരെ നന്നായി പഠിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ ചെലവ് ഗവൺമെൻറ് വഹിക്കുകയാണ്. യൂണിഫോം, ഭക്ഷണം, പാഠപുസ്തകം ഇതൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നു. ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഉയർന്ന നിലവാരത്തിലെത്തി, ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടു. അപ്പോൾ അതിലൂടെ ഈ കുട്ടികൾക്ക് എത്ര വേണേലും പഠിച്ചു പോകാം. അങ്ങനെ പഠിച്ചു പോകുന്ന കുട്ടികൾ ഈ ദേഹാധ്വാനം ചെയ്യാൻ ഉള്ള ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ഓർഗനൈസ്ഡായി യന്ത്രവൽകൃത ജോലികളാണെങ്കിൽ ആ ജോലികളിലേക്ക് ആളുകൾ പോകും. അല്ലാത്ത മാനുവൽ ജോലികളിലേക്ക് പോകാൻ അവർക്ക് വിമ്മിഷ്ടമുണ്ട്. അവരതിനേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുണ്ടെന്നാണ് അവരുടെ ഒരു ബോധം. അപ്പോൾ സ്വാഭാവികമായും അവർ IT മേഖലയിലേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കോ, കേരളത്തെക്കാൾ ഉയർന്ന കൂലി കിട്ടുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കോ അവസരങ്ങൾ അവരെ കാത്തിരിക്കുക. അവിടെയൊക്കെ ജനസംഖ്യ വർധനവിൽ കുറവുണ്ടാകുന്നുണ്ട് ഈ വികസിത രാജ്യങ്ങളിൽ. അവിടെയൊക്കെ ജോലിക്ക് ആളെ കിട്ടണമല്ലോ. അപ്പോൾ ആ അവസരങ്ങൾ നോക്കി പോകാനാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ താല്പര്യം. പിന്നെ അല്ലാത്ത ആളുകൾ, ഇപ്പോൾ ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മേഖല നമ്മൾ നോക്കിയാൽ, ടൂറിസം മേഖല, പെൺകുട്ടികളൊക്കെ വെൽ ഡ്രസ്ഡായി അവർ ജോലി ചെയ്യുന്നത് നല്ല അന്തസ്സുള്ള ജോലിയാണ്. പക്ഷെ കൂലി എത്രയാണ്? തുച്ഛമായ കൂലിയായിരിക്കും. പക്ഷേ അത് വിവാഹപ്രായമായ അല്ല അതിൻ്റെ അടുത്തെത്തി നിൽക്കുന്ന ആളുകൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിന് പകരം ഒരു ജോലിക്ക് പോകുന്നു, കല്യാണം കഴിച്ച് അവർ വഴിക്ക് പോകുന്നു. അല്ലാതെ ആ ജോലിയിൽ സ്ഥിരമായി നിന്ന് അവകാശങ്ങൾ വാങ്ങി ഒരു തൊഴിലാളിയായി നിൽക്കണം എന്നതിനേക്കാൾ ഉപരി അവർ മറ്റു രീതിയിലാണ് ചിന്തിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ കേരളത്തിൻ്റെ ചില പ്രത്യേകതകളാണ്. അതുകൊണ്ട് ഇവിടെ ചില ജോലികൾ ചെയ്യാൻ കേരളീയരെ കിട്ടുന്നില്ല. ഉദാഹരണത്തിന് നിർമ്മാണ മേഖല, റോഡ് നിർമ്മാണത്തിലൊക്കെ അധികം അന്യസംസ്ഥാന തൊഴിലാളികൾ, റെയിൽവേ കൺസ്ട്രക്ഷൻ, പിന്നെ തോട്ടം ജോലി പരമാവധി കൂലി കുറവാണ്. ഈ റബ്ബർ തോട്ടം, ചായത്തോട്ടം, ഏലത്തോട്ടം. അതിൻ്റെ കാരണം തോട്ടം ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു എന്നുള്ളതാണ്. അതിലേക്ക് എത്തിച്ചത് ആസിയാൻ കരാറാണ് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. ചുരുങ്ങിയ നികുതി കൊടുത്ത് ഇറക്കുമതി ചെയ്യാം. MRF പോലുള്ള ടയർ കമ്പനികൾക്ക് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന റബ്ബർ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇവിടെ റബ്ബറിൻ്റെ വില കുറഞ്ഞു. അപ്പോൾ തോട്ടങ്ങളിൽ കൂലി വർദ്ധിപ്പിക്കാൻ എന്ത് സമരം ചെയ്താലും നിവൃത്തിയില്ല. അവരുടെ പേയിങ് കപ്പാസിറ്റി കുറയുക. ഇതുകൊണ്ടൊക്കെ ഈ തോട്ടത്തിൽ കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കാൻ കേരളീയൻ സന്നദ്ധനല്ല. പണ്ട് കാലത്ത് തോട്ടങ്ങളിൽ തൊഴിലാളികളെ കൊണ്ടുപോയിട്ട് അവിടെ പാർപ്പിക്കുകയായിരുന്നു. ഈ പിന്നെ ഉയർന്ന മലയോരങ്ങളിലാണല്ലോ ഈ ചായത്തോട്ടമൊക്കെ വന്നത്. കാലാവസ്ഥ അതിൻ്റെ ഒരു പ്രശ്നം. അതെ, ഈ ലയങ്ങളിൽ കുട്ടികളെ പിന്നെ എല്ലാവരും പാർപ്പിക്കും. കുട്ടികൾ മുതിർന്നു വന്നാൽ കുട്ടികൾക്കും ജോലി കൊടുക്കും. അങ്ങനെ ഫാമിലി ജോലിയായിട്ട് ഇങ്ങനെ കണക്കാക്കിയത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് കാലത്ത് ആദ്യം ഉണ്ടായ തൊഴിൽ നിയമം ജോലി സ്ഥലത്ത് നിന്ന് ഒളിച്ചോടുന്നവനെ പിടിച്ചുകൊണ്ട് വരാനുള്ള നിയമമായിരുന്നു ഒരു കാലത്ത്. ഇന്നിപ്പോൾ ലയങ്ങളിൽ താമസിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. അവർ തോട്ടം തൊഴിലാളികൾ തന്നെ തോട്ടം വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുകയാണ് ജോലിക്ക്, താമസിക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ. ആ ഒരു ബോധം പൊതുവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തോട്ടങ്ങളിലെ അതുപോലുള്ള മേഖലകളിൽ കൂലി കുറവാണ്.
പിന്നെ ചില ജോലികൾ അട്രാക്റ്റീവ് അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്യൂട്ടീഷ്യൻ ഷോപ്പുകൾ നടത്തുന്ന ബാർബർ ഷോപ്പുകൾ, അതിപ്പോൾ ബ്യൂട്ടീഷ്യൻ പലതരത്തിലുള്ള പേരുകൾ മാറിയിട്ട് അവിടേക്ക് ഈ ജോലിക്ക് വരുന്നവർ ഇപ്പോൾ അധികം നോർത്ത് ഇന്ത്യക്കാരാണ്. കേരളത്തിലെ പിള്ളേർ അതിന് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല. ഹോട്ടലുകളുടെ ജോലി, പണ്ടൊക്കെ ഹോട്ടലുകളിൽ ചെറിയ കുട്ടികൾ മേശ തുടയ്ക്കാനും ഗ്ലാസ് കഴുകാനൊക്കെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരൊറ്റ കുഞ്ഞും കേരളത്തിലെ ഒരു കുഞ്ഞിനെ ഒന്നും കിട്ടില്ല. അപ്പോൾ അത്തരം ചെറിയ കൂലിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ ഇവരാ വരുന്നത്. ആ സാഹചര്യമാണ് അവർക്കിവിടെ ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ കൂലിയിൽ ഡിസ്പാരിറ്റി ഇല്ല. നാടൻ തൊഴിലാളിയാണെങ്കിലും മൈഗ്രൻ്റ് തൊഴിലാളിയാണെങ്കിലും ഒരേ കൂലി കിട്ടും. ഒരു വിവേചനവുമില്ല. ഭയപ്പാടില്ലാതെ ജീവിക്കാം. അവരോടൊരു വംശീയതയോ വർഗീയ അടിസ്ഥാനത്തിലോ അവർ ഒറ്റപ്പെടുത്തുന്ന പ്രവണതയില്ല. മറ്റുള്ളിടത്തൊക്കെ പോയാൽ പലതരത്തിലുള്ള ഭീഷണിയാണ്. ജീവിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഭീതിജനകമായ അന്തരീക്ഷം ബോംബെയിലുണ്ട്, പല നഗരങ്ങളിലുണ്ട്. ഇവിടെ അതിന് വ്യത്യസ്തമാണ്. ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു മൈഗ്രൻ്റ് ലേബർ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നാട്ടുകാർ ഒന്നിച്ചു കൂടിയിട്ട് അതിനെതിരായാണ്. അത് ഈ നമ്മുടെ ഉയർന്ന രാഷ്ട്രീയ ബോധമാണ്, ആ സുരക്ഷിതത്വമാണ് ഇവരെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. ഒന്ന് ഉയർന്ന കൂലി. അവസാനമായിട്ട് എനിക്കിത് ഇപ്പോൾ മെയ് ദിനം എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിലും തൊഴിലാളികളുടെ അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ എന്താണ് സഖാവിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം? ഈ മെയ് ദിനത്തിന് എൻ്റെ പ്രസക്തി വളരെയേറെ വർദ്ധിച്ചൊരു കാലമാണ്. 1886 ചിക്കാഗോയിലെ തൊഴിലാളികൾ വിളിച്ച മുദ്രാവാക്യം 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. ഇതാണ് അവർ വിളിച്ചത്. അപ്പോൾ ഒരു ദിവസത്തെ ജോലി 8 മണിക്കൂറായി നിജപ്പെടുത്തണം. അതിന് മുമ്പ് 18ഉം 20ഉം മണിക്കൂറുകൾ ജോലി ചെയ്യുന്ന സമ്പ്രദായമായിരുന്നു. അടിമകളെപ്പോലെ വെച്ച് ജോലി ചെയ്യുന്ന സമ്പ്രദായമായിരുന്നു. ആ മുദ്രാവാക്യത്തിൻ്റെ അലയൊലികൾ കേട്ടാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകം മുഴുവൻ വലിയ പ്രക്ഷോഭങ്ങൾ വന്നു. സോവിയറ്റ് യൂണിയൻ രൂപം കൊണ്ടു. രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടി കൊളോണിയലിസം അവസാനിച്ചു. ILO രൂപം കൊണ്ടു. ILO ലോകവ്യാപകമായി തൊഴിലാളികളുടെ അവകാശം സംബന്ധിച്ച കൺവെൻഷനുകൾ പ്രഖ്യാപിക്കാൻ തുടങ്ങി. ജനാധിപത്യ രാജ്യങ്ങൾ അത് റാറ്റിഫൈ ചെയ്ത് നടപ്പാക്കാൻ തുടങ്ങി. ഇതൊക്കെയായിരുന്നു ഒരു കാലം. ഇപ്പം നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ 21ാം നൂറ്റാണ്ടിൽ ഒരാഴ്ചത്തെ ജോലി സമയം 6-8-48, ആഴ്ചയിൽ 6 ദിവസം ജോലി, ഒരു ദിവസം ശമ്പളത്തോടു കൂടിയ അവധി. ഇതാണ് തത്വം. അപ്പോൾ 6 ദിവസം 6-8-48, 8 മണിക്കൂറിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യേണ്ടി വന്നാൽ അവർക്ക് ഓവർ ടൈം വേതനം. ആ ഓവർ ടൈം തന്നെ അതിനൊക്കെ സമയപരിധി ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട് നിയമങ്ങളിൽ. 48 മണിക്കൂർ ജോലിക്ക് പകരം ലാർസൻ ആൻഡ് ടൂബ്രോ കമ്പനിയുടെ ചെയർമാൻ പറയുക ഒരാഴ്ചയിൽ 90 ദിവസം ജോലി ചെയ്താൽ എന്താ. അതിന് തൊട്ട് മുമ്പ് ഇൻഫോസിസിൻ്റെ ചെയർമാൻ മൂർത്തി പറഞ്ഞു, അയാൾ പറഞ്ഞത് 70 മണിക്കൂർ ഒരാഴ്ചയിൽ ജോലി ചെയ്താൽ എന്താ. അത്രയും തൊഴിലാളികൾ ജോലി ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ചൈനയുമായി കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള ന്യായ പറയുന്നത്. ഇതേ രീതി, ഇതേ കാര്യം ലേബർ കോഡിൽ കൊണ്ടുവന്നിരിക്കുക. ജോലി സമയം 12 മണിക്കൂറായി ദീർഘിപ്പിക്കണം എന്ന്. അതിന് കമ്പനികൾക്ക്, മാനേജ്മെൻറ്റുകൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന്. ഇത് സർക്കാർ ഉത്തരവുകളിലൂടെ ചിലയിടത്ത് നടപ്പാക്കാൻ നോക്കി. തമിഴ്നാട്ടിൽ ഒരു നിയമം കൊണ്ടുവന്നു. തമിഴ്നാട്ടിലെ ഗവൺമെൻറ് വർഗീയതക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ്റാണ്. അതുപോലെ ഫെഡറലിസത്തിന് വേണ്ടി വലിയ നിലപാട്, ആ നിലയിൽ മതനിരപേക്ഷ പ്രതിപക്ഷ ഐക്യത്തിൽ ഒരു പ്രധാന കക്ഷിയാണ്. എങ്കിലും തൊഴിലാളി പ്രശ്നത്തിൽ അവരെടുക്കുന്ന നിലപാട് പിന്തിരിപ്പൻ നിലപാടാണ്. അവർ പറയുന്നത് ജോലി സമയം ദീർഘിപ്പിക്കണം. ആ ബില്ലിനെതിരെ വലിയ സമരം വന്ന അവസാനം അവരത് പിൻവലിച്ചു. രാജസ്ഥാനിലും ഹരിയാനയിലുമൊക്കെ ജോലി സമയം 12 മണിക്കൂറാക്കുന്ന നിയമം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്നു. ഇപ്പോൾ ലേബർ കോഡ് വന്നുകൊണ്ടുകൂടി ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അത് എല്ലാ സംസ്ഥാനത്തും പിൻവാതിലിലൂടെ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. ഇതിനുള്ള ഒരാശയ പശ്ചാത്തലമാണ് ഈ കുത്തക മുതലാളിമാരുടെ പ്രസംഗം. അപ്പോൾ ഈ കാലത്ത് വീണ്ടും നമ്മൾ ഓർക്കുകയാണ് ചിക്കാഗോയിലെ മുദ്രാവാക്യം. അപ്പോൾ എവിടേക്കാണ് ഈ തൊഴിലാളികളെ കൊണ്ടുവന്നത്? തൊഴിലാളികൾ സംഘടിതമായി ചേർത്ത് നിൽക്കാൻ ശേഷിയില്ലെങ്കിൽ ഈ ജോലികളൊക്കെ അവർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ എങ്ങനെ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ യന്ത്രങ്ങൾ പോലെ തന്നെ മനുഷ്യന് ജീവിതമില്ല. യന്ത്രങ്ങൾക്ക് മണിക്കൂറില്ല. അതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ശേഷി വരെ അങ്ങനെ ജോലി ചെയ്തു പോകുന്നതല്ലേ. അത് ചാവുമ്പോൾ അല്ലെങ്കിൽ തകരാറാകുമ്പോൾ വേറൊരു യന്ത്രത്തെ വെക്കും. ആ രീതിയിലാണ് മുതലാളിത്തം മനുഷ്യനെ കാണുന്നത്. അപ്പം മാനവികതയെ ആസ്പദമാക്കി തൊഴിലാളി മേഖലയിൽ ശക്തമായി ഇടപെടാൻ ഈ മെയ് ദിനത്തിൻ്റെ ഓർമ്മകൾ വലിയ കരുത്ത് നൽകും. അപ്പം മെയ് ദിനം വളരെ വ്യാപകമായി ആചരിക്കാനാണ് CITU ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മെയ് ദിനത്തിൻ്റെ ഭാഗമായി രാജ്യം മുഴുവൻ ഈ തൊഴിൽ സമയം ദീർഘിപ്പിക്കാനുള്ള നീക്കം, കരാറുവൽക്കരണം,
തൊഴിൽ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ഈ ദയനീയമായ അവസ്ഥ, ഇതിനെല്ലാം ആസ്പദമാക്കിയുള്ള വിപുലമായ ക്യാമ്പയിൻ രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ദേശീയ പണിമുടക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മുദ്രാവാക്യങ്ങളൊക്കെ പണിമുടക്കിൻ്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട്. 17 മുദ്രാവാക്യങ്ങൾ, എല്ലാ തൊഴിലാളികളെയും ബാധിക്കുന്ന മുദ്രാവാക്യങ്ങൾ. അതോടൊപ്പം കർഷകരുടെ പ്രശ്നങ്ങൾ, കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശ പ്രകാരമുള്ള ന്യായവില, സംഭരണ വില നിശ്ചയിക്കുക എന്ന ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടാണ് ഈ പണിമുടക്കിലേക്ക് തൊഴിലാളികൾ പോകുന്നത്. വളരെ സന്തോഷം സഖാവേ. തീർച്ചയായിട്ടും തൊഴിലാളി വർഗം നേരിടുന്ന പ്രതിസന്ധികൾ, ഒപ്പം തന്നെ ഉയർന്നു വരുന്ന ശക്തമായ ആവേശകരമായ പ്രക്ഷോഭങ്ങൾ, ഇനിയും മെയ് 20-ാം തീയതി രാജ്യവ്യാപകമായി നടക്കാൻ പോകുന്ന പണിമുടക്ക്, ഇവയുടെയൊക്കെ തന്നെ പ്രസക്തിയും പ്രാധാന്യവും ആണ് സഖാവ് എളമരം കരീം നമ്മളുമായി പങ്കുവച്ചത്. വളരെ വളരെ സന്തോഷം.